തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഗംഭീര സിനിമ വന്നെന്ന് അറിഞ്ഞിട്ട് ഓടിപ്പോകുന്ന എൻ്റെ അമ്മയുടെ ആഹ്ലാദം നോക്ക്. ഒരു സീൻ പോലും മിസ്സാവരുതെന്ന് വെച്ചിട്ടാണ് സമയം വൈകിയെന്ന് വിചാരിച്ച് ഓടുന്നത്. ഓൾറെഡി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വനിത സ്ക്രീൻ 3 ഞാൻ കണ്ടതാണ്. അതിന് ശേഷം അമ്മയ്ക്കൊത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു വർഷം ആയപ്പോൾ തന്നെ സീറ്റൊക്കെ കയറി ഒരവസ്ഥയായി. ക്രൗഡ് വളരെ ശോകമായിരുന്നെങ്കിലും അമ്മ വളരെ ഹാപ്പി ആയിരുന്നു ഈ സിനിമ കണ്ടിട്ട്. അതാണ് ഞങ്ങൾക്ക് ആകെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം. ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ കൺവീനിയൻസ് ചാർജ് അപ്പോഴും കൊടുക്കേണ്ടി വന്നു. ഞാൻ കണ്ട ടിക്കറ്റ് പ്രൈസ് തന്നെ എനിക്ക് ഓവറായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോഴാണ് ഇപ്പോൾ ഇത്ര അധികം കൂട്ടി ടിക്കറ്റ് പ്രൈസ് വെച്ചിരിക്കുന്നത്. തുടരും. എൻ്റെ ലാലേട്ടനെ ഞാൻ കണ്ടു. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കുറേ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ലാലേട്ടനെ ഞാൻ വീണ്ടും കണ്ടു. രണ്ടാമത്തെ തവണ തുടരും. ഇത്തവണ PXL ഫോറം മോൾ കൊച്ചിയിൽ പോയി കണ്ടു. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിഷ്വലി. പക്ഷെ സൗണ്ട് വൈസ് ഐ ആം സോ ഡിസപ്പോയിൻറ്റഡ്. കാരണം ഞാൻ ഈ സിനിമ ആദ്യ ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലത്തെ ഷോ കണ്ടത് വനിത സ്ക്രീൻ 3 വനിതാ സിനിപ്ലെക്സ് സ്ക്രീൻ 3. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് വൈസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കിൻഡലിടി, അത് കിട്ടില്ല സൗണ്ട് എഫക്റ്റായിട്ട്. ഓരോ ഇടിയും ഓരോ പഞ്ചിനെസ്സും ആ ബേസൊക്കെ നല്ല വേറെ ലെവലായിട്ട് ഹെവി ആയിട്ടാണ് എനിക്ക് വനിതയിൽ സ്ക്രീൻ 3 ഫീൽ ചെയ്തത്. അതേസമയം ഞാനിത് PXL കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രൊജക്ഷൻ്റെ ആ ഒരു കുറച്ച് ലൂമിനൻസ് കൂടുതലിൻ്റെ അല്ലെങ്കിൽ ലൂമിനൻസ് കൂടുതൽ കേപ്പബിൾ ആയതിൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അവർ അവിടെ ബ്രൈറ്റ്നസ് ഇട്ടിരുന്നതിനേക്കാൾ കൂടുതൽ ബ്രൈറ്റ്നസ്സിലാണ് എന്തായാലും വനിത സ്ക്രീൻ 3 ബ്രൈറ്റ്നസ് വെച്ച് പ്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രൊജക്ടറിൻ്റെ കേപ്പബിലിറ്റി PXL കൂടുതലായിരുന്നെങ്കിലും ബ്രൈറ്റ്നസ് വാസ് ഇൻ സെറ്റിങ്സ് മോർ ഇൻ വനിത സ്ക്രീൻ 3. കാരണം ഞാൻ ബാക്ക് ടു ബാക്ക് ഡേയ്സിലാണ് ഈ സിനിമ കണ്ടത്. തൊട്ടടുത്ത ദിവസം പോയിട്ടാണ് ഞാൻ PXL അമ്മയുടെ കൂടെ ഈ സിനിമ കണ്ടത്. അമ്മക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഒറ്റ കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ, നമ്മൾ സ്നേഹിക്കുന്ന ലാലേട്ടനെ നമുക്ക് തിരിച്ച് തന്നു. തരുൺ മൂർത്തിയും സുനിൽ ചേട്ടനും രജപുത്രയും നമുക്ക് തിരിച്ചങ്ങ് തന്നു നമ്മുടെ ലാലേട്ടനെ. ഞങ്ങൾ സ്നേഹിക്കുന്ന, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ തൊട്ട് അച്ഛനും ഞാനും അമ്മയും എൻ്റെ വൈഫും ഒക്കെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ എന്ന ലാലേട്ടനെ ഞങ്ങൾക്ക് ഇവർ തിരിച്ചു തന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു സംഭവം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല. എൻ്റെ അമ്മക്ക് എവിടെ കണ്ടു എന്നുള്ളത് പോലും അമ്മ ഒരു പരിധി വിട്ട് മറന്നുപോയി. കാരണം അമ്മ ഈ സിനിമ കണ്ടതിന് ശേഷം TV ഇത്രയും ദിവസങ്ങളായിട്ട്, ഇപ്പോൾ കണ്ട് 2 ദിവസമായി, ഇത്രയും ദിവസങ്ങളായിട്ട് അമ്മ ഇരുന്ന് ഇതേ പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം എൻ്റെ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ള. എൻ്റെ വൈഫും രണ്ടാമത്തെ തവണ വൈഫിൻ്റെ അച്ഛനും അമ്മയും കൂട്ടി വനിത സ്ക്രീൻ 3 ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ചുകൂടി നല്ല സെൻറ്റർ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് അവിടെ പോയി കണ്ടു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. 3 പേരും പറഞ്ഞു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൂടാതെ ഈ സിനിമ 2ാം തവണ കണ്ട ഞാനും എൻ്റെ വൈഫിനും ഒരു തരി പോലും ബോറടിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നും കൂടി ഈ സിനിമ കണ്ടപ്പോഴേക്കും ഈ സിനിമയുടെ എൻഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ഡീറ്റെയിലിങ്ങോടുകൂടി ഈ സിനിമയിൽ തരുൺ വൃത്തിക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സുനിൽ ചേട്ടൻ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് 2ാമത്തെ തവണ കണ്ടപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. അയ്യോ, അത് പല ഡീറ്റെയിലിംഗ് ഉണ്ട്, എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പറയാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ സ്പോയിലർ ആവുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഹാൻഡ്സ് ഡൗൺ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഹാവ് സീൻ ഇൻ എ റീസെൻറ്റ് വൈൽ. ബ്രോ ലിറ്ററലി മേഡ് എ ദൃശ്യം 3 ബിഫോർ ദൃശ്യം 3. ഇങ്ങനൊരു മീം ഞാൻ കണ്ടു. അത് അച്ചട്ടാണ്. ഈ സിനിമയ്ക്ക് ദൃശ്യം 3 എന്ന് പേരിട്ടാൽ പോലും നമ്മളൊരു പരിധി വരെ വി വുഡ് ഹാവ് ബോട്ട് ഇറ്റ്. കാരണം ആ രീതിയിൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടടാ എൻ്റെ ലാലേട്ടനെ. എൻ്റെ ആ കവിള് വരെ അഭിനയിക്കുന്ന, വിരലുകൾ വരെ അഭിനയിക്കുന്ന, കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന, കണ്ണിൽ നനവ് വരുന്ന എൻ്റെ ലാലേട്ടനെ ഞാൻ കണ്ടടേ. ഇത് പറയുമ്പോൾ എനിക്ക് വരുന്ന ഒരു രോമാഞ്ചമുണ്ട്. അത് കണ്ടിട്ട് പോയാൽ മതി നിങ്ങൾ. എൻ്റെ മോനെ, എനിക്കുണ്ടല്ലോ ഇത് പറയുമ്പോൾ എൻ്റെ മേലും മൊത്തം പൊങ്ങനെയാണ്. അതായത് ഞാൻ
അത്ര ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എത്ര നാളായി ഇതുപോലൊരു സിനിമ കാണാൻ വേണ്ടി കാത്തിരുന്ന വെച്ചെന്ന് അറിയാം. എത്ര നാളായിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇതുപോലെ ഒരു സിനിമ കാണാൻ. നേരിൽ ഞാൻ കണ്ടു എൻ്റെ ലാലേട്ടനെ കുറച്ച് നേരത്തേക്ക്. അപ്പോഴും അത് പോരായിരുന്നു. ആ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് അനശ്വരയും സിദ്ദിഖിക്കുകയായിരുന്നു. ലാലേട്ടനെ ഞാൻ കണ്ടു മോമെൻറ്റ്സ്, ഒരു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മിന്നിയും മാഞ്ഞൊക്കെ എൻ്റെ ലാലേട്ടനെ കണ്ടു. പക്ഷേ തുടരുമില്ല, ഞാൻ ത്രൂ ഔട്ട് കണ്ട്. അത് എസ്പെഷ്യലി ഒരു സീനുണ്ട്. ആ സീൻ എൻ്റെ മോൻ എനിക്ക് കോരിത്തരിച്ചിട്ടുണ്ടല്ലോ. മറ്റുള്ള ഒരാൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയണ്ട, എനിക്കെൻ്റെ ലാലേട്ടനെ ഞാൻ കണ്ടു. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. എൻ്റെ പൈസ അവിടെ എനിക്ക് മുതലായി. എൻ്റെ പൈസ മാത്രമല്ല, എനിക്ക് വന്നൊരു സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാനൊരു സിനിമ കാണാൻ പോയാൽ വന്ന് ഉടനെ ഞാൻ വീഡിയോ ഇടും. അതായത് ആ സിനിമ തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങി വീട്ടിലെത്തുന്ന ദൂരം എത്രയാണോ അതിൻ്റെ ഒരു സമയത്ത്, അത് കഴിഞ്ഞ് മേ ബി ഒരു 10 മിനിറ്റാണ് എൻ്റെ വീട്ടിൽ നിന്നും വനിതയിലേക്ക്. അത് കഴിഞ്ഞ് ഉടനെ വീഡിയോ വരും. ഇത്തവണ ഞാൻ ഉണ്ടല്ല ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടാൽ. കാരണം എൻ്റെ നെഞ്ചിനകത്ത് ഒരു ഭാരം, ഒരു കല്ല് വെച്ചിട്ട് ഞാനിങ്ങനെ വഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് സന്ദേശം കണ്ട് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടല്ല. എൻ്റെ ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി. ഞാനത് കാണിക്കാതിരിക്കാനായിട്ട് മറ്റേ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് വീട് വരെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടാണ് വന്നത്. അനുപ വേറെ വണ്ടിക്കാണ് വന്നത്. അനുപയ്ക്ക് തിരക്കുകൾ കാര്യങ്ങളുണ്ട്. അനുപയുടെ വീട്ടിലേക്ക് പോയി. ഞാനിവിടെ വന്നിരുന്ന് ഈ കമ്പ്യൂട്ടർ ഓണാക്കി വെച്ച് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല ഒരു അവസ്ഥയായി. ഇത് കഴിഞ്ഞ് ഞാൻ പോയി മുഖമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് തുടച്ച് വന്നിരുന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഞാൻ കണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ലാലേട്ടനെ എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എന്തോരം പേര് കളിയാക്കിയായിരുന്നു. ലാലേട്ടൻ്റെ മുഖത്ത് ഭാവം വരുന്നില്ല, ലാലേട്ടൻ്റെ അഭിനയം പോയി, കണ്ണിൽ നിന്ന് ഒന്നും വരുന്നില്ല, എക്സ്പ്രഷനില്ല, ഒന്നുമില്ല. ഇതിനുള്ള മറുപടിയാണ് ഈ സിനിമ. ഡയറക്ടർ തരുൺ മൂർത്തി ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കാണാത്തതാണ്. പക്ഷേ ഞാനുണ്ടല്ല ഈ സിനിമ 2ാമത്തെ തവണ കണ്ടതിന് ശേഷം ഇന്നലെ മൊത്തം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമയായി ബന്ധപ്പെട്ട എല്ലാ ഇൻ്റർവ്യൂസും അതും ഇതുമൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണണമായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും ഒരു സിനിമയെപ്പറ്റി അങ്ങനെ നോക്കാറില്ല. ഇതിന് മുന്നേ അങ്ങനെ ഇൻ്റർവ്യൂ എന്തെങ്കിലും കണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭ്രമയുഗമായിരുന്നു. എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ മമ്മൂക്കയുടെയും ഡയറക്ടറിൻ്റെയും കാസ്റ്റും ക്രൂവിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ ഇരുന്ന് കണ്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ഞാൻ 3 തവണ കണ്ടിട്ടോ ഭ്രമയുഗം തിയേറ്ററിൽ പോയി. അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന് ശേഷം എനിക്ക് എൻ്റെ മനം കവർന്ന ഒരു സിനിമ ഏതാണെന്ന് വെച്ചാൽ ഞാൻ അന്തസ്സായിട്ട് പറയൂടെ അത് ഇതാണെന്നുള്ളത്. എനിക്ക് ആ ഒരു സീൻ മതി. ആ കണ്ണിൽ ഞാൻ കണ്ട് ആ ഒരു സീൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞതുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. എനിക്ക് ആ ഫോട്ടോയിലേക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നോക്കിയിരിക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇനി ഈ സിനിമ OTTയിൽ വരുമ്പോഴേക്കും ആ സീൻ ഞാൻ എത്ര തവണ കാണുമെന്ന് എനിക്ക് കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനുണ്ട്. ആ നരനിൽ തടി പിടിക്കാൻ പോണ മുള്ളംകൊള്ളി വേലായുധൻ എന്നുള്ള ആ ക്യാരക്ടർ, അതിൻ്റെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ എനിക്ക് ഇതിലും കിട്ടി. അതുപോലെ ഇങ്ങനെ ലാലേട്ടൻ്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകളാണ്. ആ സിനിമയിലുള്ള കാക്കക്കുയിലുള്ള കുറച്ച് ലാലേട്ടൻ, മാമ്പഴക്കാലത്തിലുള്ള കുറച്ച് ലാലേട്ടൻ, നമ്മുടെ ശോഭന ലാലേട്ടൻ, നമ്മുടെ എന്തായാലും പറയണത്, കുറേ സിനിമയിലുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മറ്റേ ബണ്ണ് മുക്കി ചായ മുക്കി തിന്നണ സീൻ, നമ്മുടെ നാടോടിക്കാറ്റ്, അങ്ങനെ ഇവിടെ എനിക്കറിയാൻ പറ്റില്ല. ഞാനിങ്ങനെ എന്തൊരു ലാലേട്ടൻ്റെ മാഷപ്പ് കണ്ട ഒരു എഫക്റ്റ് ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. അത് പഴയ എൻ്റെ വിൻറ്റേജ് ലാലേട്ടൻ. ഒരു പോയിന്റിൽ തരുൺ മനസ്സിൽ ആലോചിച്ച് നിന്നത്ര വിൻറ്റേജ് എന്ന് ഈ സിനിമയിൽ ഇടായിരുന്നു. വേണ്ട, ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യമുണ്ട്, ഐ ഡോണ്ട് സ്പീക്ക് അബൌട്ട് മൈ മൂവീസ്, മൈ സിനിമ സ്പീക്സ് ടു യു എന്നുള്ള. വിൻറ്റേജ് എന്ന് ഈ സിനിമയുടെ പേരിടേണ്ട ആവശ്യമില്ല. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും വിൻറ്റേജ് ലാലേട്ടനാണ് ഇതെന്നുള്ളത്. അതങ്ങനെയാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ ആൻഡ് ദ എഡിറ്റർ ഹൂ കുഡൻ കംപ്ലീറ്റ് ദിസ് മൂവി ആൻഡ് ദ എഡിറ്റർ ഹൂ കംപ്ലീറ്റഡ് ദിസ് മൂവി. രണ്ടുപേരെയും ഞാൻ പറയും. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ആളെയും കംപ്ലീറ്റ് ചെയ്ത ആളെയും, 2 പേർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഇത് എല്ലാവർക്കും ഒക്കെ എനിക്കറിയില്ല എൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. എൻ്റെ ഫീലിംഗ് എന്താ എനിക്ക് തോന്നിയെന്നുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഫീലിംഗ്. അതിങ്ങനെ ഇതിന് മുന്നേ നമുക്ക്
ഇങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയേക്കണത് ദേവദൂതൻ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. അത് ഞാൻ നമ്മുടെ ചാനലിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഓരോ ലാലേട്ടൻ്റെ റിലീസ് സിനിമകൾ വരുമ്പോഴേക്കും കോമഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് സിനിമകളൊക്കെ അന്യായിട്ട് കളക്ഷൻ നേടുന്നു, അടിപൊളി പടം കിടന്ന് ഓടുകയാണ്. സ്പടിയും വന്നു, കുറേ ദിവസം ഓടി, നല്ല പൈസ ഉണ്ടാക്കി. മനുഷ്യത്താഴ് വന്നു, കുറേ ദിവസം ഓടി, പൈസ ഉണ്ടാക്കി. ദേവദൂതൻ ഞാൻ ഇപ്പോഴും പറയുകയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് റിലീസസ് എവർ. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ക്രീൻ 2 വനിതയിൽ എനിക്ക് അത്ര ഓർമ്മയാണ്, അത്ര സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സൂപ്പറായിട്ട് തോന്നുന്നു. പക്ഷേ ലാലേട്ടൻ്റെ പുതിയ പടങ്ങളൊക്കെ ആകെ അധോഗതി അവസ്ഥ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, മമ്മൂക്കയുടെ നേരെ തിരിച്ചും റിലീസ് പടങ്ങളൊന്നും ആ ഒരു മനുഷ്യൻ വരാത്തതുകൊണ്ട് വാഷൗട്ടായി പോണ അവസ്ഥയും പുതിയ പടങ്ങളൊക്കെ സൂപ്പറായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോകുന്നത് എന്ത് സംഭവം? 2 നടന്മാരും അത്ര ഇഷ്ടമാണ്. അതിൽ ഞാൻ വീണ്ടും പറയാൻ ഒരു മൈലില്ലാതെ ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു പടി മുകളിൽ എൻ്റെ മനസ്സിൽ ലാലേട്ടനാണ്. കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ എല്ലാം ലാലേട്ടൻ്റെ പടങ്ങളാണ്. അതുപോലെയാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നും പറഞ്ഞ് മമ്മൂക്ക ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയാനല്ലേ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഞാൻ മമ്മൂക്കയുടെ പടങ്ങൾ ഒന്നിൽ കൂടുതൽ തവണയൊക്കെ പോയി കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ എന്തോ ഇദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലേ, എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. അത് ഇത് എനിക്കറിയാൻ പാടില്ല, അതെന്താണെന്നറിയില്ല. ഈ മനുഷ്യൻ അഭിനയിക്കുന്നത് ഓരോ തരം സിനിമയിലും ഗോവർദ്ധൻ എന്നുള്ള ക്യാരക്ടർ നമ്മൾ കാലാപാനിയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സിനിമകൾ 20 ആ ക്യാരക്ടർ, MGRൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ സിനിമയിലും ഓരോ ലാലേട്ടനാണ് നമുക്ക് കിട്ടുന്നത്, ഓരോ തരം. അതങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്ടറെന്ന് അറിഞ്ഞിട്ട പേരാണ് ഇദ്ദേഹം. എന്താ പറയുക, ഒരു ഡയമണ്ടാണ്. ഞാനത് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയണേ. കാരണം ലിജോ ജോസ് പുള്ളിശ്ശേരിയുടെ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്നത്, ഹീ ഈസ് നോട്ട് എ അടിപിടി നടൻ, ഒരു ഇൻ്റർനാഷണൽ നടനാണ് പുള്ളി. അത് നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലായിപ്പോയി എന്നുള്ള ഒറ്റൊരു പ്രശ്നം കൊണ്ടാണ്. ഈ മനുഷ്യൻ വേറെ ഏത് രാജ്യത്തായിരുന്നെങ്കിലും ഉണ്ടല്ല, നിങ്ങൾ ഞെട്ടു. ഈ മനുഷ്യനെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ഈ മനുഷ്യനെ പറ്റി പറയുന്നതൊക്കെ കേൾക്കണം. അത് നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തന്നുകൊണ്ടുള്ള ഒരു തരം പടം ഇതൊന്നും അല്ല. ഇനിയും ഞാൻ പറയുകയാണ്, ലാലേട്ടൻ്റെ കഴിവ് ലാലേട്ടൻ ഇതുവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതൊന്നും അല്ല, ഇതിനപ്പുറം ചെയ്യാൻ കഴിവുള്ളൊരു നടനാണ് ലാലേട്ടന്. ഇപ്പോഴും മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. ഇനി അവർക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. എന്നാലും ഞാൻ പറയണത് ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ കഴിവുള്ള നടൻ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. മമ്മൂക്ക ഒരു സൈഡിൽ നിന്ന് തേച്ച് മിനിക്ക് വീണ്ടും 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 വരട്ടേന്നേ, അതുപോലെ ലാലേട്ടനും ഇതുപോലെ വരട്ടെ. ഞാൻ പറയണത് ഇവർ ചെയ്തു വെച്ചേക്കണമെന്ന് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ലടേ. അതാണ് ഞാൻ പറയണത്. തനിയാവർത്തനം എന്നുള്ള സിനിമ ഇതുപോലെ മമ്മൂക്കയുടെ എന്തോരം സിനിമ ഉണ്ട്. അതൊന്നും വേറെ ആര് ചെയ്യും? ആരെ കൊണ്ട് പറ്റുമോ? അത് ഇപ്പോഴത്തെ നടന്മാരുൾപ്പെടെയാണെങ്കിൽ പോലും മുക്കറിടും ആ റോളൊക്കെ ചെയ്യാനായിട്ട്. ഐ ഡോണ്ട് തിങ്ക് സോ ദേ ക്യാൻ ഹാൻഡിൽ. അത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രായം കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ ലാലേട്ടൻ്റെ മികച്ച പെർഫോമൻസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ലാലേട്ടൻ അതൊക്കെ 23-25 വയസ്സിലൊക്കെയാണ് ഇത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഗുരു എന്നുള്ള സിനിമ തന്നെ എടുത്തു നോക്കി. എന്ത് പ്രായത്തിലെ പുള്ളി അത് ചെയ്തത്? ഈ പ്രായത്തിൽ നിൽക്കുന്ന, അതായത് ലാലേട്ടൻ എന്താ ആ പ്രായത്തിൽ ചെയ്ത രീതിയിൽ ഇപ്പം ആ പ്രായത്തിലുള്ള നടന്മാർക്ക് ആരെയും കൊണ്ട് പറ്റുമോ ഈ പരിപാടിയൊക്കെ? നടക്കൂല. ഇവിടെ ഇപ്പോൾ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മലയാളം പടത്തിൽ അവർ പെർഫോം ചെയ്ത് അത് സെറ്റപ്പായി വരുന്ന ഒരു അവസ്ഥയല്ല. അന്നെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ലാത്ത സമയത്താണ് ഇവരുടെ പെർഫോമൻസ് കൊണ്ടാണ് പടം അങ്ങോട്ട് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്. കിടിലൻ ഡയറക്ടേഴ്സും കിടിലൻ പെർഫോമൻസും ബാക്ക്ഡപ്പ് ബൈ നടന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലാലേട്ടനും മമ്മൂക്കയൊക്കെ അന്ന് സറൗണ്ടഡ് ബൈ കിടിലൻ ലെജൻഡറി ആക്ടേഴ്സാണ്. ഒരു സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ധകാലത്ത് ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ്? നെടുപുടി വേണു ചേട്ടൻ, തിലകൻ ചേട്ടൻ, ജഗദീഷ്, മാണിയമ്പിള്ള രാജു. എന്തോരം സിനിമയുണ്ട്. പ്രിയദർശൻ്റെ ഞാൻ പടം എടുത്ത് നോക്കിയാൽ നിങ്ങളെന്ത് എന്ത് കോപ്പി അടിച്ചെന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞു. അപ്പോഴും ഒറിജിനലെ വെല്ലുന്ന അന്യായ പടങ്ങളായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പോയി ഇവിടുത്തെ ആക്ടേഴ്സ്, നമ്മുടെ മലയാളത്തിലെ ആക്ടേഴ്സ് അത് അഭിനയിച്ച് വെച്ചിരിക്കുന്ന രീതി. മാണിയമ്പിള്ള രാജു ചേട്ടനെ തന്നെ എടുത്തു നോക്കുക. ആ സിനിമയിൽ
കുന്ന് അത് ആര് ചെയ്യും? വേറെ ആരെ കൊണ്ടത് നടക്കും? അത് എന്ത് സാധനമാണ് ചെയ്തു വെച്ചാൽ അതിനകത്തുള്ള ജഗദീഷ് ശ്രീകുമാറിൻ്റെ റോള് തന്നെ എന്തായിരുന്നു കിലുക്കം. വേണ്ട മറ്റേ നമ്മുടെ മിന്നാരത്തിൽ തന്നെ തിലകൻ ചേട്ടൻ അഭിനയിച്ചിരിക്കുന്ന റോള് എന്താണത്? അത് ഞാൻ പറയാം, ഇതൊരു ഒന്നൊന്നര ഓൾ സ്റ്റാർ ടീമായിരുന്നു. എടാ ഇപ്പം ജനിച്ച പിള്ളേർക്ക് സച്ചിൻ ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ പോലെയാണ്. ഇത് നിങ്ങൾ കണ്ട കുറേ ആപ്പുപ്പ് സിനിമയിലുള്ള ലാലേട്ടനല്ല. ഗോ ബാക്ക് ടു ദ 90s. ലാലേട്ടൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ആരാണെന്നുള്ളത്. പുതിയ ജുജുബി മറ്റേ പുതിയ ന്യൂജൻ പിള്ളേർക്ക് ലാലേട്ടനെ അറിയില്ല. അതുകൊണ്ടാണ്. അറിയണമെന്നുണ്ടോ ഈ പടം കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഈ പടം തുടരും കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണല്ലേ ലാലേട്ടൻ, ഇതുകൊണ്ടാണല്ലേ ലാലേട്ടനെ അല്ലെങ്കിൽ മോഹൻലാലിനെ നടനെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നുള്ളത് നിങ്ങൾ പറയും. അതാണ് തുടരും. ലാലേട്ടൻ ഇനിയും തുടരും. ഇതാണ് എനിക്കും കൂടെ പറയാനുള്ളത്. ഞാൻ എൻ്റെ ശബ്ദമൊക്കെ ഇടണേണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ആഗ്രഹിച്ച് കിട്ടിയെന്ന് അറിയാമോ? അതായത് എൻ്റെ മനസ്സിൽ നമ്മുടെ നാട്ടിലൊരു ഐമാക്സ് വേണം എന്ന് പറഞ്ഞ പോലെ ഒരാഗ്രഹം ഉള്ളിൽ കിടക്കണമായിരുന്നു. ഒരു നല്ല ലാലേട്ടൻ സിനിമ വരണം. കാരണം ഈ മനുഷ്യൻ്റെ സിനിമ ഞാൻ കാണാൻ വേണ്ടി പോകുമ്പോൾ ഓരോ തവണയും ഓരോ സിനിമകൾ കണ്ട് ഡിസപ്പോയിൻ്റ് ആകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു അപ്പോഴൊരു ചെറിയ വിശ്വാസമുണ്ട്, അടുത്ത പടം നന്നാവും. ആ വിശ്വാസത്തിലാണ് ഞാൻ അടുത്ത പടം വീണ്ടും കാണാൻ പോകുന്നത്. വീണ്ടും ഡിസപ്പോയിൻമെൻറ്റ് വന്നിട്ട് നേര് പോലൊരു സിനിമ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ദൃശ്യം 2 പോലൊരു സിനിമ കിട്ടിയപ്പോൾ, ലൂസിഫർ പോലൊരു സിനിമ കിട്ടിയപ്പോഴൊക്കെ ആ ടൈമിൽ കൊണ്ടാടി. പക്ഷേ ഇതിങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. അത് ഒരു ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കേ മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലാവും, എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവും, എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവും, ഭാര്യയുടെ വീട്ടുകാർക്ക് മനസ്സിലാവും. ഞങ്ങളെല്ലാവരും കോട്ട ലാലേട്ടൻ ഫാൻസാണ്. പക്ഷേ ഹൂ വെർ ഡിസപ്പോയിൻറ്റഡ് ത്രൂ ഔട്ട് ഫോർ എ ലോങ് ടൈം. ബട്ട് നൗ ഇപ്പം നെഞ്ചും വിരിച്ച് സാട്ട കുടഞ്ഞ് എഴുതിയിട്ട് ഞാൻ പറയും ഐ ആം എ ലാലേട്ടൻ ഫാൻ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ലാലേട്ടൻ ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിസ്റ്റ് പറഞ്ഞുതരാം, ഇരുന്നങ്ങോട്ട് കാണും. അതിൻ്റെ മുകളിൽ ആർക്കെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുമോ എന്നൊന്ന് പറഞ്ഞതാ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ഞാൻ പറയാം, ആ ഒരു സീൻ മതി. ആദ്യം ഏതെങ്കിലും ഒരു നടൻ അഭിനയിച്ച് കാണിക്കണേ. നടക്കൂല എന്നുള്ളത് നടക്കൂല. ഇപ്പോഴത്തെ ജനറേഷൻ നടന്മാരും ചെയ്തു നോക്കും, ഞൊട്ടും. അത് അഭിനയിക്കാൻ ഞൊട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും തുടരും. കാലക്കം പടം എനിക്ക് ഇറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട് ആൻഡ് സോൾ. താങ്ക് യു സോ മച്ച് ലാലേട്ടൻ. ഞാൻ വീണ്ടും പറയാണ്, ഇനി എനിക്ക് ലാലേട്ടൻ ഒന്ന് കാണണം. ഞാൻ കെട്ടിപ്പിടിച്ച് നോക്കും. കാരണം ഇന്ന് ലാലേട്ടൻ്റെ അതേ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ലാലേട്ടൻ ആൻഡ് സുചിത്ര മാം. ആ സുചിത്ര മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ മുന്നേ രേഖ ചേച്ചിയായിട്ടുള്ളത് കിടിലൻ. എടി അത് എനിക്കറിയില്ല എന്താ പറയണത്, നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിങ് മൂവി, ഹാർട്ട് ടച്ചിങ് മൂവി. അതും ഇതിനകത്ത് ലാലേട്ടൻ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സീനുണ്ട്. അതായത് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരൊറ്റ കൊമ്പൻ നടന്നു വന്നതാണ് സിലൗട്ടിൽ കാണിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പടങ്ങൾ കാണും. ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. സിനിമ തുടങ്ങുമ്പോഴും സിനിമയുടെ ഇൻ്റർവെല്ലിനും സിനിമ തീരുമ്പോഴും തുടരും എന്ന് തന്നെയാണ് എഴുതി കാണിക്കുന്നത്. അത് എൻഡ് ചെയ്യുമ്പോൾ ഒരു എഴുത്തുണ്ട്. അത് വെറും ഒരു എഴുത്തല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ പേര് അത് ലീക്കാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബ്രദർ ഞാനായിട്ട് വായ കൊണ്ട് പറയാനുള്ള, നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കാണുമ്പോൾ അത് ഈ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് അത് എഴുതി കാണിക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിമൈൻഡർ. ദിസ് മാൻ വാസ് മെൻ ടു ആക്ട്, ബോൺ ടു ആക്ട്, വിൽ കീപ്പ് ഓൺ ആക്ടിങ് ആൻഡ് വിൽ ബി ഹിയർ ഫോർ എവർ. ആരൊക്കെ വന്നാലും പോയാലും സച്ചിൻ ഈസ് ഓൾവേസ് ക്രിക്കറ്റ് ഫോർ മീ. ലാലേട്ടൻ ഈസ് ഓൾവേസ് മലയാളം സിനിമ ഫോർ മീ. അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഇത് എനിക്കങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട 10 മലയാള സിനിമ പറയാൻ പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് ലാലേട്ടൻ്റെ സിനിമകളായിരിക്കും.
വേറെ ഒരുപാട് സിനിമകൾ ഉണ്ടാകുമെങ്കിലും ലാലേട്ടൻ്റെ സിനിമകളുടെ എണ്ണം അതിൽ കൂടുതലായിരിക്കും. കൂടുതലും നിൽക്കുന്നത് ലാലേട്ടൻ്റെ പടങ്ങളായിരിക്കും. അത് ലാലേട്ടൻ്റെ ബയസ്ഡ് ഫാനായതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും മോശം സിനിമകൾ പറഞ്ഞാൽ പോലും അതിലും ഞാൻ സത്യസന്ധമായിട്ട് കുറേ സിനിമകൾ പറയും, അതിലും ലാലേട്ടൻ്റെ പടങ്ങളുണ്ടാവും. പക്ഷേ ആ മോശം സിനിമകൾ വെച്ച് നിങ്ങൾ ഒരിക്കലും മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന നടനെ വിലയിരുത്തരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, ക്രൗഡ് വളരെ ശോകം പിടിച്ച ഒരവിഞ്ഞ ക്രൗഡായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനു മുന്നേ ഇതുപോലൊരു അവിഞ്ഞ ക്രൗഡിനൊത്ത് ഞാൻ ആവേശം കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നമ്മ, ഇതൊന്നും അല്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങൾ എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് വാ, അപ്പം മനസ്സിലാവും എന്താണ് ക്രൗഡ് എന്നുള്ളത്. ആ മാധുര്യ തിയേറ്ററിൽ അല്ലെങ്കിൽ വനിതയിലോ അല്ലെങ്കിൽ സെൻട്രലൊക്കെ പോയി കാണുമ്പോഴുള്ളൊരു ക്രൗഡുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ തോന്നണമെന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യം പറയാമല്ലോ, ഭയങ്കര ശോകം. ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്രൗഡിൻ്റെ കൂടെ കണ്ടിട്ടായിരിക്കും ചില സിനിമകളൊക്കെ കണ്ടിട്ട് ഇത് എന്ത് പടമാണ്, ഇത് എന്നാന്നൊക്കെ തോന്നിപ്പോണത്. കാരണം അത്രയും എനിക്കിഷ്ടപ്പെടാത്ത ഒരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ സിനിമ കണ്ടതെന്നുള്ളതാണ്. ആകെ കൊള്ളാവുന്നത് എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് വെച്ചൊരു പയ്യനുണ്ട്. അവൻ കുറച്ച് ആവേശം ഉണ്ടായിരുന്നു. അവൻ വെറുപ്പിക്കൽ ലെവലിൽ ആവേശവും അല്ലായിരുന്നു. എന്തും കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ പറയാണ്, ദിസ് വാസ് ശോകമൂക ഡെഡ് ക്രൗഡ്. ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇനിയിപ്പോൾ അവിടെ പോയി പടം കാണാനുള്ള ഒരു മൂഡേ പോയി. ഇങ്ങനത്തെ ഒരു പടം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു മെഗാ സ്റ്റാറിൻ്റെ പടമൊക്കെ ഇനി അവിടെ പോയി കാണരുത് എന്നുള്ള ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തി. ഒന്നാമത് ടിക്കറ്റ് പ്രൈസ് ഇമ്മാതിരി ലെവലിൽ ഓവർ പ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടത് ഡിസ്കൗണ്ട് കിട്ടിയിട്ട് പോലും എനിക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ കൊടുത്ത പ്രൈസിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും 4K ലേസർ വിത്ത് അറ്റ്മോസ് തിയേറ്ററിൽ പോയാൽ ഇതിന് നല്ല സൗണ്ട് എഫക്റ്റും കിട്ടുമായിരുന്നു. കുറച്ചും കൂടി നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ. ഫുൾ പാക്ഡ് തിയേറ്ററാണ്. എന്നിട്ടുണ്ടല്ല, മരണ വീട്ടിൽ പോലും ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മറ്റേ ഓളം ഉണ്ടാവും എന്ന് പറയാം. അങ്ങനത്തെ അവസ്ഥ. അത്ര ശോകം ക്രൗഡ്. ഞാൻ പറയൂ, ഇത് ഭയങ്കര ശോകമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയണത്, ഞാൻ പറയില്ലേ, ഇങ്ങനെയുള്ള ക്രൗഡിൻ്റെ കൂടെ സിനിമയാണ് എനിക്ക് തീരെ താല്പര്യമില്ല എന്നും പറഞ്ഞ് ഞാൻ കവിതയിലുള്ള ടൈപ്പ് ക്രൗഡിൻ്റെ കൂടെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ രാഗം തിയേറ്ററിലുള്ള ക്രൗഡിൻ്റെ കൂടെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതല്ല. അവരുടെ കൂടെ സിനിമ കാണാൻ പോയാൽ സിനിമ കാണാൻ പറ്റില്ല. എൻജോയ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ സിനിമയുടെ ഡയലോഗൊന്നും കേട്ടില്ല എന്ന് വരും. പക്ഷേ വനിതയിലൊന്നും അങ്ങനെയല്ല. അല്ലെങ്കിൽ ഞാൻ മാധുര്യയിലൊന്നും പോയപ്പോൾ അങ്ങനെയല്ല. സിനിമയും കാണാൻ പറ്റും, ഡയലോഗും കേൾക്കാൻ പറ്റും, എല്ലാം ഒരു ബാലൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും എനിക്ക് ഈ ക്രൗഡ് ഇഷ്ടപ്പെട്ടില്ലേ, അത് ഞാൻ പറയുന്നു. എന്തായാലും തുടരും, ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മോളും ആ സിനിമ പോകും. ഇറ്റ് ഡിസേർവ്സ് മോർ. ആൻഡ് വൺസ് അഗെയിൻ, ഇത് ഒരുപാട് പേര് പറഞ്ഞെന്നറിയാം, എന്നാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ടീം തുടരും ഫോർ ഗിവിങ് അസ് ബാക്ക് ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം ലാലേട്ടനെ. അപ്പോൾ എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ലാലേട്ടാ. ബൈ ബൈ.